Hi all, magic morning. Okay, അപ്പം നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ എല്ലാവരും ഫൈൻ. ഹാപ്പി ആണല്ലേ എല്ലാവരും? യെസ്, ഹാപ്പി മാജിക് മോർണിംഗ്. ഓക്കെ, ഇന്ന് പുതിയൊരു വീക്ക് സ്റ്റാർട്ടിംഗ് ആണ്, അതുപോലെ തന്നെ പുതിയൊരു മന്ത് സ്റ്റാർട്ടിംഗ് കൂടെയാണ് അല്ലെ. ജൂലൈ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന്, ജൂലൈ 1st ആണ്. അപ്പൊ നിങ്ങളുടെ ഗോൾ സെറ്റിങ്സും എല്ലാം അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക, വീക്കിലേക്ക് വേണ്ടിയിട്ടും മന്തിലേക്ക് വേണ്ടിയിട്ടും ഒക്കെ. ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്. നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നോർമലി നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ടോപ്പിക്കാണ് വരാറ് അല്ലെ. എല്ലാ മൺഡേയും ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പം നിങ്ങൾ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട്. ഇതുവരെ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു സാർ പറഞ്ഞിരുന്നത്. സ്ക്രിപ്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതായിരുന്നു 2-3 ക്ലാസ്സുകളായിട്ട് സാർ പറഞ്ഞിരുന്നു. ഇന്നത്തെ ടോപ്പിക്കും ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. സോ എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. സേഫ് സർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? മോളെ ഒരു കാര്യം പറയട്ടെ. സിന്ധു മാം, ഐഫോൺ എന്ന് പറയുന്നത് ആരാന്നൊന്ന് പറയൂ. ഐഫോൺ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോണിന്റെ പേര് മാത്രമേ ഇതിൽ കാണാനുള്ളൂ, ആളെ മനസ്സിലാവണില്ല. ഓക്കെ, അതാരാന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ, സംസാരിക്കാൻ ജസ്റ്റ് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പം സർ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. Good morning. Magic morning to all. Magic morning, sir. Magic morning, sir. ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യട്ടെ. വേണ്ട. സോ ഇന്ന് മുഫീദ പറഞ്ഞതുപോലെ തന്നെ ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് അല്ലേ. ഒരു മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു വർക്കിംഗ് ഡേ, മൺഡേ. ഓക്കെ, ഒരു ജൂലൈ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് അച്ചീവ്മെന്റ്സുകളുടെ, ഒരുപാട് നേട്ടങ്ങളുടെ മാസമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒരൊറ്റ സബ്ജക്റ്റാണ് ലോ ഓഫ് അട്രാക്ഷൻ. സീക്രട്ട് പുസ്തകം വായിച്ചു തുടങ്ങിയതാണ്. അവിടുന്ന് അങ്ങോട്ട് ഇന്നലെ വരെ ഞാൻ സീക്രട്ട് പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, പണ്ട് ദിനേശൊക്കെ നമ്മൾ സ്കിറ്റിൽ കളിയാക്കിയത് പോലെ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ സീക്രട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സീക്രട്ട് പുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളോട് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് വേ ഓഫ് ലേണിംഗ് ഈസ് ടീച്ചിങ് എന്നുള്ളതാണ്. സോ കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സൈഡിൽ വർക്ക് ചെയ്യാത്തത്. അതിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന വാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് ആർക്കെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ നോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫസ്റ്റായിട്ട് ഇന്നത്തെ സെഷൻസ് ഫസ്റ്റായിട്ട് കേൾക്കുന്ന ആളുകൾ, ഇന്നത്തെ സെഷൻസ് അല്ല, ഇന്നത്തെ സെഷൻ നിങ്ങൾ ഫസ്റ്റായിട്ട് നമ്മൾ കേൾക്കുക. എൻ്റെ സെഷൻസ് ഫസ്റ്റായിട്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് ഒന്ന് F ഒന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് F കമന്റ് ചെയ്യും, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട്. ആഷിഫ് ഓക്കെ, വേറെ സുധീഷ് ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? സുധീഷും ആഷിഫും ആണ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട്. സോ സുധീഷിനോട് ആണ് ചോദ്യം. ആഷിഫിന് എനിക്ക് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുകയാണോ? ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഒന്നും കൂടെ F എന്ന് കമന്റ് ചെയ്യുക. ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ H എന്ന് കമന്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. കേട്ടിട്ടുണ്ട്, ഓക്കെ, ബേസിക് ആയിട്ട് കേട്ടിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഓക്കെ ഫൈൻ. സോ നമുക്ക്
മുന്നോട്ട് പോവാം. നമുക്ക് കഴിഞ്ഞ സെഷൻസിൽ സംസാരിച്ച കാര്യങ്ങൾ ആർക്കാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ പറ്റുക? നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ബേസിക് നോട്ട് എനിബഡി, ആർക്കെങ്കിലും കഴിഞ്ഞ ക്ലാസ് ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയാം സാറേ, ഒരു മിനിറ്റ്. ഹലോ, ആ പറഞ്ഞോളൂ. എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കുക. സ്കിപ്പിംഗ് അതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. പിന്നെ സ്ക്രിപ്റ്റിംഗ് ദ ഡേ അത് കഴിഞ്ഞു. പിന്നെ വേണ്ടത് ഇന്നലെ ഞാൻ ഫാമിലിയുമായി കുറച്ച് സാറ് കാറ് എന്താണ് പാർക്ക് ചെയ്യാൻ പോയ അതിനു വേണ്ടി സ്ഥലം നോക്കിയതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് സെർച്ച് ചെയ്തിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, വേണ്ട, ഞാൻ പറയാം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റും. ഞാൻ പറയാം. ഞാൻ I want, ഞാൻ I പ്രതീക്ഷിക്കുന്ന don't want. വാക്കുകളൊക്കെ ഒഴിവാക്കണം എന്നാ പറഞ്ഞേക്കും. അതെ, ശരി, കുറെ പറഞ്ഞോളൂ. വാക്കുകൾ ഒഴിവാക്കാൻ നമ്മളെ ജീവിതത്തില് വേണ്ടാത്തതായിട്ടുള്ള കുറെ വാക്കുകൾ ഉണ്ടല്ലോ, അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പാരഗ്രാഫ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഹാവ് പിന്നെ ഐ വാണ്ട് അങ്ങനെയുള്ള കുറെ വാക്കുകൾ. ഐ ആം ട്രൈയിങ്, ഉം. ഐ ഷുഡ്, കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നെഗറ്റീവായ വാക്കുകൾ പറയും, അടിപൊളി, അതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞേക്കും. ശരി, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അല്ലേ, നമ്മളെപ്പോഴും കുറച്ച് ഒഴിവാക്കേണ്ട വാക്കുകൾ, നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് വാക്കുകളാണ് പറഞ്ഞത്. അതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് എന്താണ് എതിരായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മീനിങ് നമുക്ക് ഇൻഡയറക്ട്ലി കറക്റ്റ് ആയിരിക്കില്ല, ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി നമ്മൾ കറക്റ്റ് ആയിരിക്കില്ല എന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച സംഭവങ്ങൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യാത്തത്, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്താണ് വർക്ക് ചെയ്യാത്തതെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒന്ന് നമുക്ക് പാർക്കിംഗ് കിട്ടും എന്നുള്ള മൈൻഡ് സെറ്റും, ഒന്ന് പാർക്കിംഗ് കിട്ടില്ല എന്നുള്ള മൈൻഡ് സെറ്റും, അതിന്റെ എക്സാമ്പിൾ നമ്മൾ തുടങ്ങി. നമ്മൾ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഐ വാണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് നിലവിലില്ല എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പം അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ആൻഡ് ക്യാൻ ബ്രിങ് ഔട്ട് ഫിയർ, വറി ഓർ ഈവൻ സ്ട്രെസ്. ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. നീഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, കാൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഐ ആം ട്രൈയിങ്, ഓക്കെ, അത് ഉപയോഗിക്കുന്ന പറഞ്ഞു. ഐ ഹോപ്പ് അത് പറഞ്ഞു. അതേപോലെ തന്നെ ഐ ഷുഡ് അതിനെ കുറിച്ച് പറഞ്ഞു. ഐ ഡോണ്ട് നോനെ കുറിച്ച് പറഞ്ഞു, അല്ലേ. ഫൈനലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ വാക്കുകളാണ് തിരിച്ചുപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫൈനലി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഒരിക്കൽ കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ എക്സ്പ്ലനേഷൻ ആണ് എവറി തോട്ട് വൈബ്രേറ്റ്സ്, എവറി തോട്ട് റേഡിയേറ്റ്സ് എ സിഗ്നൽ ആൻഡ് എവറി തോട്ട്സ് അട്രാക്ട് എ മാച്ചിങ് സിഗ്നൽ ബാക്ക്. വി കാൾ ദ പ്രോസസ് ഓഫ് ദ ലോ ഓഫ് അട്രാക്ഷൻ. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാം ഒരു എനർജിയാണ്. ലൈക്ക് ഇതിപ്പോ ഒരു വെള്ളം, ഈ ഒരു വെള്ളം എന്താണ്, ഒരു എനർജിയാണ്. ഈ വെള്ളം ഒരു എനർജിയാണ്. ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സംസാരം കേൾക്കുന്നത് ഒരു എനർജിയിലൂടെയാണ്. അതേപോലെ നമ്മളുടെ ചിന്തകൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ടെലഫോൺ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ഈ വൈബ്രേഷൻ ത്രൂ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു പക്ഷേ നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരു കളി കളിച്ചിട്ടുണ്ടാവും. കുട്ടി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ജനറേഷൻ ഉണ്ടാവും, പഴയ ജനറേഷന് ഒരു ചിരട്ട വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു നൂല് കെട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് അപ്പുറത്തേക്ക് കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ ആളെ ചെവിയിൽ കേൾക്കും. ആ രീതിയിലൊരു കളി കളിക്കാറുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആക്കുന്ന സമയത്ത് അവിടെ ഒരു വൈബ്രേഷനാണ്. നമ്മൾ ഹാർമോണിയം ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗിറ്റാർ, വീണ, അതേപോലെ നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്കിത് ഫീൽ ചെയ്യും. എല്ലാം ഒരു വൈബ്രേഷൻ ആണ്. അതാണ് ഇവിടുത്തെ എല്ലാം ഒരു എനർജിയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ തോട്ടുകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്
ഒരു എനർജി ഉണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു ഹെഡ്സ് ഉണ്ട്. എല്ലാ വൈബ്രേഷനും ഒരു ഹെഡ്സ് ഉണ്ടാവും. 100 ഹെഡ്സ്, 200 ഹെഡ്സ്, 50 ഹെഡ്സ്, 40 ഹെഡ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതാണത് മെഷർ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്സ് പ്രകാരം. ഓക്കെ, ആ ഹെഡ്സ് ഇപ്പം ഒരു ചിന്ത നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ചിന്തകൾക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷന് മാച്ച് ആയിട്ടുള്ള ഒരു സിഗ്നൽ എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു ലഭിക്കും. ഒരു സിഗ്നൽ നമ്മൾ തിരിച്ചു ലഭിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ആ ഹാപ്പിനെസ് നമ്മളിലേക്ക് തിരിച്ചു ലഭിക്കും. നമ്മളൊരു സങ്കടത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് കൊടുക്കുന്ന വെച്ചെങ്കിൽ ആ സങ്കടം നമുക്ക് തിരിച്ചു ലഭിക്കും. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആദ്യം ചേഞ്ചസ് വരുത്തേണ്ടത് നമ്മുടെ ചിന്തകളിലാണല്ലോ. ഇത് നിങ്ങളുടെയൊക്കെ ലൈഫിലൂടെ ഒന്ന് ഗോത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോയാൽ മതി. തിരിച്ചു പോയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ പോയി നോക്കുക. എന്തൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ ചിന്തകളൊന്നും നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ വിശ്വസിക്കാത്തതായിരിക്കും. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഐ ക്യാൻ, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ചിന്തയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നേടിയതൊക്കെ നിങ്ങൾ എന്തായിരിക്കും, ഐ ക്യാൻ എന്നുള്ളൊരു ചിന്തയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ വൈബ്രേഷൻ ഐ ക്യാൻ എന്നുള്ള ഇതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളത് നേടുകയും ഐ ക്യാൻ എന്നുള്ള ചിന്തയിലേക്ക് പോയതൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതായിരിക്കും നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ബാക്കിലോട്ട് പോയി നോക്കുക. ബാക്കിലോട്ട് പോയി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തയുടെ വൈബ്രേഷനിൽ എവിടെയൊക്കെ എനിക്കത് നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അതെല്ലാം ഏറെക്കുറെ നിങ്ങൾ നേടിയിട്ടുണ്ടാവും. നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചതൊക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊരു പക്ഷെ നിങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത് അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തീരുമാനിച്ചതായിരിക്കും. ഈ അടുത്തിടെ SBI ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു പരസ്യം ഞാനിങ്ങനെ സ്പോട്ടിഫൈ കാറിൽ പ്ലേ ചെയ്ത് പോകുന്ന സമയത്ത് കേട്ടു. SBI ഇൻഷുറൻസിന്റെ ലൈഫ് ഇൻഷുറൻസിന്റെ പരസ്യത്തിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കുട്ടി പറയണം എന്നെ കൊണ്ട് ഇനിത് കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന സംബന്ധിച്ചാൽ, ജീവിതത്തിൽ ക്വിറ്റ് ചെയ്യാത്തവനാരോ അവനാണ് വിജയി. ജീവിതത്തിൽ ക്വിറ്റ് ചെയ്യാത്തവനാരോ അവനാണ് വിജയി എന്നുള്ളതാണ്. അതൊരു പരസ്യത്തിൽ പറഞ്ഞൊരു പോയിന്റ് ആണെങ്കിലും വളരെ വലിയ അർത്ഥമുള്ള പോയിന്റാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടല്ല, പകരം എന്താണ്, നമ്മളവിടെ ക്വിറ്റ് ചെയ്തവരാണ്. നേടിയെടുത്തതെല്ലാം നമ്മൾ വിശ്വസിച്ചതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിച്ചവർ പരാജയപ്പെട്ടവർ എന്നുള്ള രണ്ട് വിഭാഗമല്ല ഉള്ളത്. ജീവിതത്തിലെ വിഭാഗം, ഒരു വിഭാഗം വിജയിച്ചവരും മറ്റൊരു വിഭാഗം ഉപേക്ഷിച്ചവരുമാണ്, ക്വിറ്റ് ചെയ്തവരാണ്. ഓക്കെ, ഒരു വിഭാഗം വിജയിച്ചവരാണെങ്കിൽ അപ്പുറത്തൊരു വിഭാഗം ക്വിറ്റ് ചെയ്തവരാണ്. ഒരാളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യം വേറെ ഒരാൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പഠിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഓഫ്, നമ്മൾ കുറച്ചും കൂടെ അധികം ലോകൾ ഇതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഇത്ര ലോകളെ കുറിച്ചിട്ടാണ് ഫൈനലി പറഞ്ഞത്. ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ്, ലോ ഓഫ് അലോയിങ്, ലോ ഓഫ് സഫിഷ്യൻസി ആൻഡ് അബണ്ടൻസ് ആൻഡ് പ്യുവർ പൊട്ടൻഷ്യാലിറ്റി, ഡിറ്റാച്ച്മെന്റ്, ഇന്റൻഷൻ ആൻഡ് ഡിസയർ. ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കില്ല. ഇന്ന് 2 or 3 കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഇന്നത്തെ സെഷൻസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു സിനാരിയോ എടുക്കുന്നത് ഒരു ഫിറോസിന്റെ ജേണിയാണ്. ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ജേണി, അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആരാണ് ഫിറോസ്, ഫിറോസ് എന്താണ് ചെയ്യുന്നത്? ഇതിൽ ആരെങ്കിലും ഒരു ഫിറോസ് ഉണ്ടെങ്കിലും ആ ഫിറോസുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു പേര് ഫിറോസ് എന്ന് ഇട്ടുന്നുള്ളൂ. ഓക്കെ, ചുമ്മാ ഒരു പേര് ഫിറോസ് എന്ന് ഇട്ടുന്നുള്ളൂ. അപ്പൊ ആ ഫിറോസുമായിട്ട് എന്ത് ചെയ്യണ്ട, ഇതിനെ കണക്ട് ചെയ്യണം. നിലവിലുള്ള ഫിറോസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഫിറോസ് ഒരു IT പ്രൊഫഷണലാണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. എൻ്റെ ഫ്രണ്ടാണ് ഫിറോസ് ആക്ച്വലി. ഓക്കെ, ഫിറോസ് ഒരു IT പ്രൊഫഷനാണ്. അദ്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ അദ്ദേഹത്തിന്റെ കറന്റ് ജോബിൽ അദ്ദേഹം സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഒരുപാട് പൈസ കിട്ടുന്നതോ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പേഷനായിട്ട് കണക്റ്റഡ് ആയ ജോലിയിലേക്ക് പോകണം സ്വപ്നം കാണുന്ന ഒരാളാണ്.
ഈ ഒരു ജോലിയിൽ അദ്ദേഹത്തിന് ഉണ്ട്, ആ ജോലിയിൽ അദ്ദേഹത്തിന് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, ഫിനാൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഫിറോസിന് ഓരോ ദിവസവും ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നില്ല. എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഫിറോസിനുള്ളത്. ഇതാണ് ഫിറോസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കറണ്ട് അവസ്ഥ. ഇത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലോകളിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊക്കെയാണ് അതിനുണ്ടാവുന്ന, എന്തൊക്കെ ഇഷ്യൂസ് ആണ് അവിടെ കറന്റ്ലി ഫേസ് ചെയ്യുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എന്താണ്, ലോ ഓഫ് അലോയിങ് പ്രകാരം എന്താണ് അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവുക, അപ്പൊ എങ്ങനെയാണ് ചിന്തകളിൽ മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊന്ന് സി എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഫിറോസിന്റെ സിനാരിയോ. ഫിറോസ് എന്ന് പറയുന്നത് IT പ്രൊഫഷണൽ ആണ്, പക്ഷെ അദ്ദേഹത്തിന് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ്, ഹാപ്പി അല്ല. ഓക്കെ, സോ നമുക്ക് ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ എന്താ നോക്കാം. ഫിറോസിന്റെ കേസിൽ ഇഷ്യൂ എന്താ നോക്കാം. ഫിറോസ് spending his evening complaining about his job and worrying about bill. His focus is on what is lack, not on what is desire. ഓക്കെ, ഫിറോസ് എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. IT പ്രൊഫഷനാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്തിട്ട് എന്തിനാണ് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്? അവരുടെ ബില്ല് അടക്കാനും വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇത്രയും ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഫിറോസിന്റെ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ, ഫിറോസിന്റെ IT പ്രൊഫഷനൊക്കെ നമുക്കറിയാലോ, അതിന്റെ ആവശ്യത്തിനുള്ളത് ഇവരെപ്പോഴും ക്രെഡിറ്റ് കാർഡ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. കിട്ടുന്ന വരുമാനത്തിലധികം ഇദ്ദേഹത്തിന് എന്താണ്, വരുമാനം നല്ലോണ്ടെങ്കിൽ പോലും അദ്ദേഹം ഹാപ്പി അല്ല, ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഒരു ഹൈ ക്ലാസ് ലൈഫാണ് അദ്ദേഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ബില്ലടക്കാനൊക്കെ അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന്റെ പുറമെ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, എന്താണ്, ഞാൻ ശരിക്കും ഒരു IT പ്രൊഫഷനാണല്ലോ, ഞാനൊരു സിനിമ നടനാവേണ്ടതാണ്. ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഇദ്ദേഹത്തെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചിന്ത ഇദ്ദേഹത്തിന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇഷ്യൂ എന്താണ്? ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ സമയത്തും കംപ്ലൈനിങ് ആണ്. എന്തിനെ കുറിച്ചിട്ട്? അദ്ദേഹത്തിന്റെ ജോലിനെ കുറിച്ചിട്ട്, പിന്നെ എങ്ങനെയൊക്കെ ബില്ല് അടക്കും എന്നുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അദ്ദേഹം എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? ഹിസ് ഫോക്കസ് ഈസ് ഓൺ വാട്ട് ഹി ലാക്സ്, നോട്ട് ഓൺ വാട്ട് ഹി ഡിസയർ. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അദ്ദേഹത്തിന്റെ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്, അദ്ദേഹത്തിന് സിനിമാ നടനാണെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫോക്കസ് കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഫോക്കസ് അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഞാൻ എങ്ങനെ ബില്ലടക്കും, എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണല്ലോ ഞാൻ ചെയ്യുന്നത്, ഞാൻ എങ്ങനെ ബില്ലടക്കും, എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണല്ലോ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് എന്താണ് സംഭവിക്കുക? അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്, വൈ ഫോക്കസിങ് ഓൺ നെഗറ്റിവിറ്റി ആൻഡ് ലാക്ക്. രണ്ട് കാര്യങ്ങളിലേക്കാണ് ഫിറോസ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സെയിം സിറ്റുവേഷൻസിന്, നിലവിലുള്ള സിറ്റുവേഷൻസിനെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് അദ്ദേഹം അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കറക്റ്റ് അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ ആണ് പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവമാണത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയും അതിന്റെ സൊല്യൂഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ആ ഓപ്പർച്യൂണിറ്റീസ് ഫോക്കസ് ചെയ്യാതിരിക്കുകയും ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അതന്നെയാണ് നമ്മളേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സെയിം ഇഷ്യൂസിനെ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ, ഫിനാൻഷ്യലി നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ബില്ല് അടക്കണമല്ലോ, എങ്ങനെയാണ് അത് പേ ഓഫ് ചെയ്യുക, എങ്ങനെയാണ് അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കുക, ഇതെന്നെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ജോലിയിലേക്ക്, നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്കോ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളെ ഫോക്കസ് എങ്ങോട്ടാ പോകുന്നത്? ആ ഒരു പ്രോബ്ലത്തിലേക്കാണ്, അതിന്റെ സൊല്യൂഷനിലേക്കല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുകയും അതിന്റെ റിയൽ പ്രശ്നങ്ങളിൽ അഡ്രസ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ബഷീർ കയോട് ഒരു 10,000 റുപ്പീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കടമായിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിക്കാം. ഞാൻ ബഷീർ കയോട് പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഞാൻ ആ പൈസ തിരിച്ചുതരാൻ. വെള്ളിയാഴ്ച എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. എന്താ സംഭവിക്കാം? എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് ഞാനിങ്ങനെ വർക്കിന് പോകുന്ന സമയത്ത് ബഷീർക്ക് എൻ്റെ ഒരു കോള് വന്നു. കഴിഞ്ഞു. എന്തായിരിക്കും എൻ്റെ ആ ദിവസത്തിൽ അന്ന് സംഭവിക്കുക? എന്താ സംഭവിക്കുക? ആർക്കും അൺമ്യൂട്ട് വരില്ല. എന്താ സംഭവിക്കുക? നോർമലി എന്താ സംഭവിക്കുക? നിങ്ങളുടെ ലൈഫിലാണ് എന്താ സംഭവിക്കുക? ആകെ ഫീലിംഗ് ആവും.
ഫീലിംഗ് ആവും. നമ്മൾ എന്താ ചിന്തിക്കുക? ടെൻഷൻ, ടെൻഷൻ അല്ലേ? കാശില്ല. ചിലപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ശരിക്കും നമ്മൾ അവിടുത്തെ പ്രശ്നം എന്താണ്? ശരിക്കും പ്രശ്നം എന്താണ് അവിടുത്തെ? നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ? പണമില്ല എന്നുള്ളത് തന്നെ. പണമില്ല എന്നുള്ളതാണ് അല്ലെ? അങ്ങനെയാണ് ശരിക്കും നമ്മൾ ചിന്തിക്കുക. ആക്ച്വലി അവിടുത്തെ പ്രശ്നം പണമില്ല എന്നുള്ളതല്ല. ആക്ച്വലി എങ്ങനെ പ്രശ്നം മറുപടി പറയാം? ഞാൻ എന്ത് മറുപടി പറയും? ബഷീർക്ക് ഒരു മറുപടി പറയുക എന്നുള്ളതാണ് പ്രശ്നം. അതിനെ നമ്മൾ കണക്ട് ചെയ്യാൻ അങ്ങോട്ടാണ് പണമില്ല, പൈസ ഇല്ല എന്നുള്ളതിലേക്ക് ആയിരിക്കാം. അതിന്റെ സൊല്യൂഷൻസ് നമ്മളെ മൈൻഡിലേക്ക് വരുന്ന എന്താ? പൈസ എവിടുന്നെങ്കിൽ തിരിഞ്ഞ് വേറെ കൊടുക്കുക, അല്ലെങ്കിൽ പൈസ എന്നുള്ളത്. ചിലപ്പോൾ വ്യാഴാഴ്ച തന്നെ ചിലപ്പോൾ ബഷീർക്കോട് വിളിച്ച് പറഞ്ഞാൽ മതിയാവും, ബഷീർക്ക ഇപ്പൊ വ്യാഴാഴ്ച മുതൽ ആ ടെൻഷനേക്കാരം, ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള പൈസ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഒരു 2-3 ദിവസത്തിലേക്കും കൂടെ ഒന്ന് എനിക്കൊരു അവധി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മതിയാവും. ചിലപ്പോൾ ബഷീർക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറെ സൊല്യൂഷൻസ് നമുക്ക് നോക്കാനും പറ്റിയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എപ്പോഴും ഏതൊരു പ്രശ്നത്തിലേക്കാണോ നമ്മുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ പ്രശ്നത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ പ്രശ്നം തന്നെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അതിന് പകരം നിങ്ങൾ സൊല്യൂഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവിടെ സൊല്യൂഷൻസ് എന്ത് ചെയ്യും? വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ സിനാരിയോനെ, ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. അതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പൈസ ഇല്ല എങ്ങനെ കൊടുക്കുന്നില്ല, ആ ഫീലിങ്സിനെ നമ്മൾ മാറ്റിയിട്ട് എന്താണ് അതിനുള്ള ആക്ച്വൽ സൊല്യൂഷൻസ്. ശരിക്കും ലൈഫിൽ എപ്പോഴും പറയാറുണ്ട്, ജോബിറ്റാലയുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പോയിന്റാണത്. നിങ്ങൾക്കും ഒരു പക്ഷേ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചേക്കും. ആ പോയിന്റ് ഇതാണ്: നമ്മളുടെ ലൈഫിൽ ഒരു പ്രശ്നത്തിനെ പ്രശ്നമായിട്ട് കാണുന്നതാണ് പ്രശ്നം. ഇപ്പൊ ഈ സിനാരിയോയിൽ നോക്കുക, പൈസയാണ് നമ്മളെ പ്രശ്നമായിട്ട് കാണുന്നത്, അതാണ് പ്രശ്നം. ശരിക്കും അവിടുത്തെ പ്രശ്നം എന്തല്ല, പൈസ അല്ല, അവിടെ നമ്മളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നായിരിക്കും. ഇതെല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജോബിന്റെ കാര്യത്തിലേക്കാണ് ഫിറോസ് അവിടെ എന്താ ചെയ്യുന്നത്? ഫിറോസ് ചെയ്യുന്നത് ഇതേ സാധനമാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എന്തായാലും ലൈഫിലേക്ക് സംഭവിക്കുക, ഈ ഫ്രസ്ട്രേഷനും ഈ കാര്യങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. ഇനി എന്താണ് ഇത്? ഇതേ സിനാരിയോ തന്നെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലല്ലാതെ ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന് പറയുന്നതിലേക്ക് കൂടെ നോക്കാം. എന്താണ് ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ്? ഫിറോസ് എന്താണ് ചിന്തിക്കുന്നത്? ഇദ്ദേഹത്തിന് ഇവിടെ എന്ത് വേണം? ആദോ ഹി വാണ്ട്സ് എ ന്യൂ കരിയർ. ഓക്കെ, ഇദ്ദേഹത്തിന് ആ ഒരു കരിയർ അല്ലാതെ, ആ ഒരു IT പ്രൊഫഷണൽ അല്ലാതെ വേറെ രീതിയിലേക്ക് മാറണമെന്നുണ്ട്. ഫിറോസ് ഡസൻറ്റ് ആക്റ്റീവ്ലി എൻവിഷൻ ഓർ പ്ലാൻ ഫോർ ഇറ്റ്. ഹി ഹാസ് നോട്ട് ഡിഫൈൻഡ് വാട്ട് ഹിസ് ഐഡിയൽ ജോബ് ലുക്ക് ലൈക്ക് ഓർ ടേക്കൺ സ്റ്റെപ്പ് ടുവേർഡ് ദ കോൾ. ഇദ്ദേഹത്തിന്റെ കറന്റ് ജോലിയിൽ, കറന്റ് IT പ്രൊഫഷൻ എന്നുള്ളതിൽ ഹാപ്പി അല്ല. അപ്പം ഡെലിബറേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മനഃപൂർവ്വം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുക? മനഃപൂർവ്വമായിട്ട് ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഡെലിബറേഷൻസ് ഇന്റന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലൈഫിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് അതിലേക്ക് നമ്മൾ തോട്ട്സിനെ മാറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എനിക്കൊരു മൂഡില്ലാത്ത അവസ്ഥയാണെന്ന് കരുതുക. എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകും, മൂഡ് കിട്ടുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് മൂഡ് സിങ്സ് ഉണ്ടാകുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ. മൂഡ് സിങ്സ് ഉണ്ടാകുന്ന ആളുകൾ, മൂഡ് സിങ്സ് എനിക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ കമന്റ് ഞാനുണ്ടെന്ന് സങ്കല്പിച്ചോളൂ. ബാക്കി ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തേ. മൂഡ് സിങ്സ് ഇടയ്ക്ക് മൂഡ് പോകും. നല്ല മൂഡ് പോയിട്ട് ഒരു ബാഡ് മൂഡ് വരും. ഗുഡ് മൂഡ് പോകും, എന്ത് ചെയ്യും? ഒരു ബാഡ് വൈബ് വരും. വേറെ ആർക്കും ഉണ്ടാവാറുണ്ട്, എനിക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശ്രേയക്ക് ഉണ്ടാവാറുണ്ട്, റോസിനി മാമിന് ഉണ്ടാവാറുണ്ട്, ഷൈനി മാമിന് ഉണ്ടാവാറുണ്ട്, അല്ലെ? പ്രകാശ് സാർ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് മൂഡ് സിങ്സ് ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ് നോക്കാം എന്താണെന്നുള്ളത്. എനിക്കിപ്പോ ഒരു മൂഡ് ഇല്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരാൾ ആരാന്ന് അൺമ്യൂട്ട് ചെയ്യാനാ? പ്രകാശ് സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. പ്രകാശ് സാർ, നിങ്ങൾക്കൊരു മൂഡില്ലാത്ത അവസ്ഥയാണ്. ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു മൂഡില്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് നിലവിൽ? ഒരു മൂഡില്ലാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വെറുതെ അലഞ്ഞിരിക്കും. അല്ലേ? ഇവിടെ നമുക്ക് ലോ ഓഫ് ഡെലിബറേറ്റ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മളെ വൈബ്രേഷൻ എന്താണോ, നമ്മുടെ എനർജി എന്താണോ, ആ എനർജിയാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സത്യം നമുക്കറിയാം. ലോകത്തില് 95% ആളുകൾക്കും അറിയാത്ത ആ സത്യം ആർക്കറിയാം? ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുള്ള ഓരോ വ്യക്തിക്കും അറിയാം. പ്രകാശ് സാറിന് അതറിയാം, അല്ലെ? ബാക്കിയുള്ള ആളുകളെ പോലെയല്ല,
ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത് പഠിച്ച ഒരാളുകളാണ് ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും. ഇപ്പോ ഈവൻ സുധീഷാറാണെങ്കിൽ ഇപ്പൊ അറിയാം എന്താണ് നമ്മളുടെ ഓരോ ചിന്തകൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷന് സമാനമായിട്ടുള്ള സംഭവമാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എല്ലാ ആളുകൾക്കും അറിയാം. ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ള എല്ലാ ആളുകൾക്കും ആ ഒരു സംഭവം അറിയാം. ആ സമയത്താണ് നമ്മൾ മൂഡില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. അപ്പൊ നമ്മളിലേക്ക് എന്താണ് അപ്പൊ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക? എന്താ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക? നെഗറ്റീവ്. നെഗറ്റിവിറ്റിയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്താ ചേഞ്ച് ചെയ്യാൻ പറ്റുക? മൂഡിനെ ചേഞ്ച് ചെയ്യാൻ ഓരോ ആളുകൾക്കും ഓരോ മെത്തേഡുകൾ ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറയാം. ഇന്നലെ രാത്രി ഒരു 7:45 ആവുന്ന സമയത്ത് എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് മൂഡ് അല്ലല്ല ഞാനുള്ളത്. ഞാനിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് ഒന്ന് അസ്വസ്ഥനായി. സ്വാഭാവികമാണല്ലോ, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന സംഭവമാണ് അല്ലേ? എല്ലാ മനുഷ്യന്മാർക്കും WHO പ്രകാരം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 4 പേർക്കും മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതാണ്. മാനസിക അസുഖമല്ല, മാനസിക അസ്വസ്ഥത, സ്ട്രെസ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ, സ്ട്രെസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഞാൻ ആലോചിച്ചു. എനിക്കൊരു സംഗതി ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്ത് പോയി. ഇപ്പൊ ഞാൻ ഒരു ഫിലിമിനൊക്കെ ഓൾറെഡി പോയി വന്നതാണ്, ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി വന്നതാണ്. ഞാൻ ഓക്കെ ആയിരുന്നു. ആ ഒരു വൈകുന്നേരം പോരുന്ന സമയത്ത് ചെറിയ ചെറിയ കുറച്ച് നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന സംഭവം എനിക്ക് മനസ്സിലായി. എൻ്റെ അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് മെത്തേഡുകൾ ഞാൻ നോക്കി. ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്ത് പോയി ചായ കുടിച്ചു എന്ന് ആലോചിച്ചു. വൈഫ് പറഞ്ഞു ഓക്കെ, നമുക്ക് പുറത്ത് പോയി ചായ കുടിച്ചു. കാരണം എന്താ, ഞാൻ പുറത്ത് പോയി വരികയാണെങ്കിൽ എൻ്റെ മൂഡ് ചേഞ്ച് ആവുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ, എൻ്റെന്നല്ല ഏതൊരാളുടെയും മൂഡ് ചേഞ്ച് ആവുന്നതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് മൂവ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവും. പക്ഷെ ഞാനത് വൈഫിനോട് ഡിസ്കസ് ചെയ്ത സമയത്ത് എന്തുകൊണ്ടോ ആ സംഭവം നടന്നില്ല. എന്താ സംഭവം നടക്കുന്നത്? എനിക്ക് വൈഫ് കുട്ടികളെ പഠിപ്പിക്കാനും വേണ്ടിയിരുന്നു. ആ പഠിപ്പിക്കാനും വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്, ഞാനത് പ്രിപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ഞാൻ പിന്നെ എന്ത് വെച്ചാൽ എൻ്റെ ക്ലയൻസുകളെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ ഓരോ ക്ലയൻസിനെയും വിളിക്കാൻ തുടങ്ങി. ഓക്കെ, ആ ക്ലയൻസിനെ വിളിച്ചിട്ട് എന്താണ്, നാളെ 1-ാം തീയതി ആണല്ലോ, അവിടെ ഇതിലേക്കുള്ള എൻ്റെ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് ക്ലയൻസുകളുണ്ട്. ഞാൻ ഒരു ഓഫീസ് മൊത്തം എടുത്തിട്ട് ആ ഓഫീസിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കാറുണ്ട്. അങ്ങനത്തെ ഒരു 8-10 ഓഫീസുകൾ ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു 4-5 പേരെ ഞാൻ വിളിച്ചു. ഒരു ഇസ്മായിൽ ഭായ്, അതേപോലെ ഇങ്ങനെ ജാബിർ, അതേപോലെ നിസാർ, ഞാൻ ഇവരൊക്കെ വിളിച്ചിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ മൂഡിനെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന് പറയാം. നമ്മൾ ആ അവസ്ഥയിലെല്ലാം നമുക്കറിയാം, നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണോ? ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ എന്നാണ് അതിന് പറയാം. മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, വേണ്ടതിലേക്ക് ചേഞ്ച് ചെയ്യുക. നമ്മളെ അവസ്ഥ അതാണ്. പക്ഷെ നമുക്കറിയാം ഈ അവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫിലേക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള റിയാലിറ്റി അറിയുന്ന ആളുകളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 51 ആളുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും റിയാലിറ്റി അറിയാം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, നമുക്കൊരു ബാഡ് മൂഡ് ആണെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരു ദിവസം 34,000 മുതൽ 64,000 വരെ ചിന്തകളിലൂടെ ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്നതാണ് ഇതിന്റെ സൈക്കോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ഈ 34,000 മുതൽ 64,000 വരെ ചിന്തകൾ, ഞാനിപ്പോ എന്താ ചിന്തിക്കുന്നത്, നല്ലതാണോ, ഞാനിപ്പോ ചീത്തയാണോ ചിന്തിക്കുന്നത്, നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ ആകെ 84,000 സെക്കൻഡ് ഒരു ദിവസം ജീവിക്കുന്നുള്ളൂ, ഉറങ്ങുന്ന സമയം അടക്കം. ക്ലിയർ ആയോ? ഒരു ദിവസം നമുക്ക് 84,000 സെക്കൻഡ് ആണുള്ളത്. അപ്പൊ ഈ 64,000 ചിന്തകൾ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡിലധികം ചിന്തകൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഉറക്കത്തിന്റെ സമയം പകുതി സമയം കൊണ്ട് ഇത്രയും ചിന്തകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ചിന്തകളെല്ലാം മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ നിങ്ങളുടെ മൂഡിനെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, ആം ഐ ഇൻ എ ഗുഡ് മൂഡ് ഓർ ബാഡ് മൂഡ്? ഞാനിപ്പോ നല്ല മൂഡിലാണോ ഒരു ബാഡ് മൂഡിലാണോ? പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ വളരെ ഈസിയാണ്. ബാഡ് മൂഡിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മനഃപൂർവ്വം നമ്മളെ ഹാപ്പി ആക്കുന്നതിനുള്ള ഒരുപാട് മെത്തേഡ്സ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഫിറോസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫിറോസ് അവിടെ എന്താ ചെയ്യുന്നത്? ഫിറോസ് അവിടെ ചെയ്യുന്നത് അവന്റെ ബില്ലടക്കുന്നതിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് അത് തന്നെയാണ് അട്രാക്ട് ചെയ്യേണ്ടത്. ആക്ച്വലി അവൻ എന്താ അവിടെ വേണ്ടത്? അവന്റെ കരിയർ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഗോളോ അതിലേക്കുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നില്ല. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? Without a clear intention or deliberate creation, Firoz failed to align his action with his desire, leaving his goal undefined and unattended. Okay, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അവൻ എന്താ ചെയ്യുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അവൻ ചെയ്യുന്നത്
അവന്റെ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് വെറീഡ് ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് ജോബ് സ്ട്രെസ് ആണ്, എനിക്ക് ബില്ലടക്കാൻ പൈസ ഇല്ല, എനിക്ക് ജോബ് സ്ട്രെസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അവന്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ പ്രകാരം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ അവിടെ ആക്ച്വലി വേണ്ടൊരു സാധനം ഉണ്ട്. അവന്റെ ലൈഫിന്റെ കരിയർ അവന് ചേഞ്ച് ചെയ്യണം, അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ആവണം, അതിലേക്കുള്ള സ്റ്റെപ്പുകളിലേക്ക് അവൻ പോകുന്നില്ല. ഡെലിബറേറ്റ് ക്രിയേഷൻ പ്രകാരം അവൻ ചെയ്യേണ്ടത്, അവന് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ കറന്റ് ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് സമയം അവന്റെ ഡ്രീം ജോബിലേക്ക് വേണ്ട പ്രാക്ടീസുകൾ ചെയ്യാനോ അതിനു വേണ്ട സ്റ്റെപ്പുകൾ എടുക്കാനോ അതിനു വേണ്ട ആളുകളെ മീറ്റ് ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പറ്റില്ലേ? ഫിറോസിന് പറ്റില്ലേ? പറ്റും. പക്ഷെ ഫിറോസ് അത് ചെയ്യുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? നിലവിലുള്ള ജോലിയിൽ അവൻ സാറ്റിസ്ഫൈഡ് ആവില്ല. നിലവിലുള്ള ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ അവന്റെ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയും അവന്റെ ഡ്രീം ജോബിലേക്ക് അവന് പോവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഇവിടെ എന്ത് ചെയ്താൽ മതി? ഫിറോസിനെ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അപ്പോ എങ്ങനെ ഫിറോസിനെ സഹായിക്കാൻ പറ്റും? ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ അറിയുന്ന ആളാണ് നിങ്ങൾ. ഫിറോസിന് എന്താ അഡ്വൈസ് കൊടുക്കുക? ആരാ കൊടുക്കുക? ഫിറോസ് നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അല്ല, ഫിറോസ് അങ്ങനെ ഒരു പ്രശ്നം ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാല് ആദ്യം പുള്ളിയുടെ എന്താണ് പ്രശ്നം എന്നുള്ളത് ആദ്യം കേട്ട് മനസ്സിലാക്കും. മനസ്സിലാക്കിയതിനു ശേഷം പുള്ളി അടുത്ത് ഞാൻ തിരിച്ച് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പുള്ളിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ ചോദിക്കും, അതുപോലെ പുള്ളിയുടെ സ്കില്ലുകൾ ചോദിക്കും. പിന്നെ പ്രശ്നങ്ങളാണ് പുള്ളി പറയുന്നതെന്നുണ്ടെങ്കിൽ, പുള്ളി പ്രശ്നങ്ങളാണല്ലോ പറയുന്നത്, നല്ല ജോബുണ്ട്, ബില്ലിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ ബില്ല് അടയ്ക്കാൻ പറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇത് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. ഇതേപോലെ ഒരു നിവൃത്തിയും വരാതെ, പൈസ എവിടെയും കിട്ടാതെയാണ് പലരും എന്ത് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക. നേരെ മറിച്ച് അദ്ദേഹത്തിന് ആ ജോലി കൊണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും നാൾ പുള്ളി അടച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് അതിനുള്ള സ്കില്ലുണ്ട്. യു ഹാവ് മണി, നിങ്ങൾക്ക് പൈസ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മോർ മണിയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കരിയർ മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റുക എന്നായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുക. വെരി ഗുഡ്, വെരി ഗുഡ് അല്ലേ? കറക്റ്റ് ആണ്. എന്താണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്താണ്, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച ഒരാളാണ്. അപ്പൊ ആ സിനാരിയോ നമ്മൾ പറയുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഇന്ന സംഭവമാണ് ഫിറോസിന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ഫിറോസ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസ് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ആക്ടർ ആവണം എന്നാണ് ആഗ്രഹം. അതിനുള്ള എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ളത്? എന്ത് ഗോളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഏതെങ്കിലും സംവിധായകന്റെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടറെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഫിറോസ് ഒരു കാര്യം ചെയ്യേണ്ടത്, നിലവിലുള്ള ജോലിയിൽ നിങ്ങൾ സംതൃപ്തനാണ്. കാരണം എന്താ, ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് നിങ്ങളെപ്പോലെ ഒരു ജോലി ടാറ്റയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ഇത് ലൈവ് സിനാരിയോ കേട്ടോ, കറക്റ്റുള്ള സംഭവമാണ്. അപ്പൊ അവരിപ്പോ ഈ ഒരു വ്യക്തിക്ക് പേര് കറക്റ്റ് അല്ല കേട്ടോ, ഫിറോസ് എന്ന് ഞാൻ ഉപയോഗിച്ച പേര് കറക്റ്റ് അല്ല. ഈ ഒരു വ്യക്തിക്ക് എന്തുണ്ട്, ടിസ്സില്, അതായത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തുണ്ട്, ഒരു ജോലി ഉണ്ട്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, അത്യാവശ്യം നല്ല ലൈഫും ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തൊരു സംഭവങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്താറ്. നിലവിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ നിലവിലുള്ള കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുന്നതിന്റെ കൂടെ തന്നെ ആക്ടർ ആവണം എന്നുള്ള അവന്റെ ആഗ്രഹം, ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹങ്ങളിലേക്ക് ദിവസം ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞു. ദിവസം നീ ഒരു സ്റ്റെപ്പ് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ. കാരണം എന്താ, ഇറ്റ്സ് യുവർ ഡ്രീം, ഇറ്റ്സ് യുവർ ഡ്രീം. എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത്. പക്ഷെ ചിലപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ചിലപ്പോൾ നീ ഈ ഫിലിം ഫീൽഡിൽ ഒരാളെ പരിചയപ്പെടുന്നതായിരിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു. ചിലപ്പോൾ നീ ഇതിന്റെ ടെക്നിക്കൽ സ്കില്ലുകൾ, നേരത്തെ ഇവർ പറഞ്ഞതുപോലെ, ആഷിഫ് പറഞ്ഞതുപോലെ ടെക്നിക്കൽ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതാവാം. എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു സ്റ്റെപ്പ് നീ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുള്ളൂ. ഇറ്റ്സ് കോൾഡ് ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ. നീ അതിലേക്ക് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? അപ്പൊ നമുക്ക് ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് ഫിറോസ്, ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് ഫിറോസ് സിനാരിയോ. തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ, തിങ്ക് അബൌട്ട് യുവർ ഡിസയർ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പം ഒരു കറന്റ് ജോലി ചെയ്യുന്ന ഒരാളാണ്. അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് അല്ലേ? നിങ്ങൾക്ക് മോർ ഇൻകം വേണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക? നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിലവിലുള്ള ജോലി ഞാൻ ഉപേക്ഷിക്കണോ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വിശ്വാസം വരുന്ന രീതിയിലേക്കുള്ള ഒരു ഗോളുകളിലേക്ക് പോകണം. ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു, എന്നാൽ എൻ്റെ ജോലി അങ്ങോട്ട് ഒഴിവാക്കി നാളെ തന്നെ എനിക്ക് ലോകം ഫുള്ള് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും ബേസിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ദിവസം കൊണ്ട് ഒരു മാറ്റങ്ങൾ ബൂം എന്ന് പറഞ്ഞ് സംഭവിക്കുന്നുണ്ട്.
ലോ ഓഫ് അട്രാക്ഷൻ എന്ത് ആവശ്യപ്പെടുന്നുണ്ട്? കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആവശ്യപ്പെടുന്നു. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ലൈഫിൽ വിജയിച്ചു തന്നെ. ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച എല്ലാവരും ലൈഫിൽ വിജയിച്ചു തന്നെ. ഞാൻ 5 വർഷമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരിക്കലും ഭൂം എന്ന് പറഞ്ഞ ആയിട്ടുള്ളതല്ല. ഞാൻ ഇങ്ങനെ ഗ്രോത്തിലാണ്. എന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഗ്രോത്തിലാണ്. അതൊരു സമയമാകുമ്പോൾ ഞാൻ അതിലേക്ക് എത്തുന്ന എനിക്കറിയാം. അത് എപ്പോഴാണ് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഡിപ്പെൻസ് ആണ്. അയാൾ ചെയ്യുന്ന തൊഴിലും അയാളുടെ വിശ്വാസവും, അയാൾ എത്ര വലിയ ആക്ഷൻ ടേക്കറാണ്, അയാൾ എത്ര ലൈഫിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നുണ്ട്, അയാളുടെ ഗോൾ സെറ്റിംഗ് കപ്പാസിറ്റി എന്താണ്, അയാളുടെ ഡിറ്റർമിനേഷൻ സ്കിൽ എങ്ങനെയാണ്, അയാൾക്ക് നിലവിലുള്ള സ്കില്ലുകൾ എങ്ങനെയാണ്, ഇതിനൊക്കെ ഡിപ്പെൻസ് ചെയ്തിട്ടാണ്. ക്ലിയർ ആണോ? ഇതിനൊക്കെ ഡിപ്പെൻസ് ചെയ്തിട്ടാണ്. വെൽത്ത് ക്രിയേഷൻ ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. വെൽത്ത് ക്രിയേഷൻ ഫോർമുല. ഓക്കെ, ആ ഫോർമുലയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെൽത്ത് ഉള്ള ആളുകളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. വെൽത്ത് ഉള്ള ആളുകളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. സ്പീഡ് വെൽത്ത് ക്രിയേഷൻ ഫോർമുലയാണ്. ഓക്കെ, ഞാൻ 25,000 പഠിച്ചതാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് എടുത്തോളൂ. അങ്ങനെയാണ് സ്പീഡ് വെൽത്ത് ക്രിയേഷൻ ഫോർമുല. എന്താണ്? നല്ല സമ്പന്നരായിട്ടുള്ള ആളുകളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങളുടെ കയ്യിലുണ്ടോ? 2, ആ സ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? ആ സ്കില്ല് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയോ? 3-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അവരുടെ പ്രോബ്ലംസിനെ ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയോ? പ്രോബ്ലംസിനെ ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയോ? സ്കില്ലുള്ള, പിന്നെ നല്ല വെൽത്തുള്ള ആളുടെ പ്രോബ്ലംസിനെ പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ ഫൈൻഡ് ചെയ്യാൻ പറ്റിയോ? അതിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? അത്തരം ആളുകളുമായിട്ട് നെറ്റ്വർക്കിംഗ്, ബന്ധം സൃഷ്ടിക്കാൻ നിങ്ങൾക്കറിയോ? ഈ പ്രോബ്ലംസ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പൈസ മേടിക്കാൻ അറിയോ? നിങ്ങൾക്ക് സമ്പന്നരാവാന്നുള്ള സ്പീഡ് വെൽത്ത് ക്രിയേഷൻ ഫോർമുല. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ചിലപ്പോൾ വൈകുന്നേരം വരെ ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുന്ന ബിസിനസ് ആയിരിക്കും. ഓക്കെ, വൈകുന്നേരം വരെ അയാൾ ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുന്ന ബിസിനസ് ആയിരിക്കും. അയാളുടെ ഡ്രീമിൽ അയാൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് BMW 5000 സ്ക്വയർ ഫീറ്റ് വീടും ആയിരിക്കും. 5 വർഷം കഴിഞ്ഞിട്ട് എന്നും വിഷ്വലൈസ് ചെയ്യും. നത്തിങ് വിൽ ഹാപ്പൻ. ഒന്നും സംഭവിക്കില്ല. സംഭവിക്കണമെങ്കിൽ അയാള് ആ 5000 അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് വീടെടുക്കാനും BMW അയാൾക്ക് ലഭിക്കാനുമുള്ള ഒരു വെൽത്ത് വരുന്ന ഒരു സൊല്യൂഷൻ അയാൾ കണ്ടിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാണ് വരിക. അതിന്റെ സ്റ്റെപ്പുകൾ അയാൾക്ക് അറിയണമെന്നില്ല. അത് അയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വരുന്നതായിരിക്കും. ക്ലിയർ ആണോ? സോ ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലെ കറന്റ് സിനാരിയോ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും സമയവും അതിനുള്ള ആക്ഷൻസ് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചുള്ള അലൈൻമെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നത്. കാരണം എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞു, ഓരോ നിങ്ങളുടെ തോട്ടിനും ഒരു എനർജി ഉണ്ട്. ആ എനർജിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ നിങ്ങൾ പ്രശ്നത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, പ്രശ്നത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഗോൾ സെറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും അത് വായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും അതിനുവേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഗോളുകൾ നിങ്ങൾ അച്ചീവ് ആവും. അല്ലാത്ത കാലത്തോളം നിങ്ങൾ ഏത് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് അച്ചീവ് ആവില്ല. അച്ചീവ് ആവണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട അടുത്ത ലോ ആണ് ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻസ്. ആ ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻസ് നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. It's in your hand right now. Now you can decide your future. What you want to attract. Problems or solutions. നിങ്ങൾക്ക് എന്താണ് അട്രാക്ട് ചെയ്തെടുക്കേണ്ടത്? You can decide right now. It's in your hand right now. Thank you. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇന്ന് പുതിയൊരു ലോ നിങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾക്ക് ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. സോ ഇതിൽ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡിൽ ചെയ്യാവോ? സാറ് ക്ലാസ് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവര്. ഹലോ, ഗുഡ് മോർണിംഗ്. മാം, എനിക്കൊരു കാര്യം പറയാനുണ്ടേ. കഴിഞ്ഞ ക്ലാസ്സിൽ സേഫ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നെഗറ്റീവുകളൊന്നും അങ്ങനെ പറയാൻ പാടില്ലെന്ന്. അതായത് കുറച്ച് വേർഡ്സുകൾ, ഈ അടിപൊളി എന്നുള്ള വാക്കാണേ.
അത് അതിനെ പറ്റിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് ഞാൻ ഈ മലമ്പുഴ ഫാന്റസി പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു വർഷം കൂടുന്ന സമയത്ത് അതിൽ സ്റ്റാഫുകളിലേക്ക് ട്രിപ്പ് കൊണ്ടുപോകും, ടൂർ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ കഴിഞ്ഞ സൺഡേ ഒരു കുറച്ച് ബാച്ച്, അത് 2 ബാച്ചായിട്ട് പോവാ. അപ്പൊ ഒരു ബാച്ച്, ഫസ്റ്റ് ബാച്ച് പോകുന്നതിന്റെ അന്നത്തെ ദിവസം യാത്ര പറഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മൈൻഡിൽ ഞാൻ ചില വ്യക്തികളുടെ ഒക്കെ ഈ ലോ ഫെഡറേഷന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ സൈക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കളിയാക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ അടിപൊളി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, അതൊരു നെഗറ്റീവാണ്. അടി എന്ന് പറയുമ്പോൾ അടിച്ച് ഒരു ഇതുള്ള ഒരു വാക്കാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് എന്നെ കളിയാക്കി ചിരിച്ചിട്ട് പോയി. പിറ്റേ ദിവസം അന്ന് സേഫ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ അടിപൊളിയൊന്നും വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാന്ന്. അതുപോലെ തന്നെ അന്ന് കഴിഞ്ഞ മൺഡേ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൈസൂര് ഒരു DJ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയപ്പോൾ കുറച്ച് പേർക്ക് ആഹാരം കഴിച്ച് ബസ്സിൽ കയറി, കുറച്ച് പേര് ആഹാരം എല്ലാം കഴിച്ച് അവര് ടോയ്ലറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കഴിച്ച് തീർന്നില്ല, അവരിങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പം അടുത്തത് ഒരു കുറച്ച് ചിക്കൻ പീസ് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിലെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു തീർന്നു, ഇനി ഇല്ല എന്ന് പറഞ്ഞപ്പം ഇവര് കുറച്ച് ഈ സ്റ്റാഫിലെ കുറച്ച് പയ്യന്മാര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് എന്തുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തട്ടിക്കയറി വഴക്കുണ്ടാക്കി. എന്നിട്ട് അതിൽ ആരെയോ ഒരാളെ അടിക്കുകയും ചെയ്തു. പിന്നെ അവന്മാര് ഹോട്ടലിലെ സ്റ്റാഫ് ഇവരെ നല്ല അടി വെച്ച് കൊടുത്തിട്ട് അതിൽ ഒരാളുടെ ഒരു ചേട്ടൻ, ആ ചേട്ടൻ പാവമായിരുന്നു, ആ ചേട്ടൻ അടിക്കുന്ന കണ്ടപ്പോ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നിൽക്കുമായിരുന്നു. ഉടനെ ഒരു ഇരുമ്പ് വടിയെടുത്ത് ആ ചേട്ടന്റെ തലയിലിട്ട് അടിച്ച് 11 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ശരിക്കും ആ നെഗറ്റീവ് ആക്കുക, അതായത് അടിച്ചു പൊളി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവര് വന്നിട്ട് പറഞ്ഞു നമ്മള് വാക്ക് ഉപയോഗിച്ചത് കറക്റ്റ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ആ ഹോട്ടലും ഈ ഒരു അവരുടെ ബസ് നിൽക്കുന്നത് ഒത്തിരി കുറച്ച് ലോങ് ആണല്ലോ. ഇവര് ഇവിടെ നിന്ന് അടിച്ച് അതുവരെ കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. അങ്ങനെ നല്ല ഒരു ഇതായിട്ട് അവർ വരുന്നത്. പക്ഷേ സെക്കൻഡ് ട്രിപ്പ് പോകുമ്പോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരിക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഹാപ്പി ആയി എൻജോയ് ചെയ്തിട്ടായിരുന്നു അവര് വന്നിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ആബിദ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ അറിയാത്ത ആളുകളോട് നമ്മൾ പോയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളൊരാളെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അഡ്വൈസ് ചെയ്യാൻ പോകരുത്. ഓക്കെ, അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം പറഞ്ഞു കൊടുക്കാറില്ല. അവർ ചോദിക്കുകയാണെങ്കിൽ ഒരാള് സുഹൃത്തോ അല്ലെങ്കിൽ നമ്മളതൊക്കെ ആയിരിക്കും, അവർ നമ്മോട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ മാത്രമാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെപ്പോഴും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം കൗൺസിലിങ്ങിലും മെന്ററിങ്ങിലും കോച്ചിങ്ങിലും ഒക്കെ ഉള്ള കുറെ സംഭവങ്ങളുണ്ട്. കൗൺസിലിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് കൗൺസിലർ. ഇപ്പൊ ഞാൻ കൗൺസിലിംഗ് ചെയ്യാനും വേണ്ടി ഇരിക്കുകയാണ് സങ്കല്പിക്കുക. ഓക്കെ, എന്റെ മുമ്പിലേക്ക് സിന്ധു മാം ഒരാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കൗൺസിലിംഗ് ചെയ്യിക്കരുത്, എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല. കൗൺസിലറുടെ മുമ്പിൽ കൗൺസിലിംഗ് ഉണ്ടായിരിക്കണം, മനസ്സാര അയാൾ വരണം. മെന്ററുടെ മുമ്പിൽ മെന്റി ഉണ്ടായിരിക്കണം. ആ മെന്ററിങ് എനിക്ക് വേണമെന്ന് പറഞ്ഞു തരാം. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളോ നമ്മളെ റിലേറ്റീവ്സോ നമ്മുടെ അച്ഛനോ അമ്മമാരൊക്കെ ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്തേരോ, അവരിങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അവർ നമ്മളെ കേൾക്കാൻ താല്പര്യമുള്ള ആളോട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനും അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇവർക്ക് സൈക്കോ വിളിക്കും. ഓക്കെ, ഇപ്പൊ എന്നെ വിളിക്കാറുണ്ട്, ഓവന്റെ ഒരു പോസിറ്റിവിറ്റി അറിയും. ഓക്കെ, എന്ത് പറഞ്ഞാലും പോസിറ്റീവ്, തല്ലിട്ട് കഴിഞ്ഞാലും പോസിറ്റീവ്, അവൻ്റെ ഒരു പോസിറ്റിവിറ്റി അവർ വട്ടാന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളെന്ത് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യണം. കാരണം എന്താ, ലോകത്തിലെ 95% ആളുകൾക്ക് ഈ സത്യം അറിയില്ല. നമ്മൾ ചെയ്യേണ്ട എന്താ, നമ്മൾ ലൈക്ക് മൈൻഡ് ആയിട്ട് ആളോട് പറയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്താണ്, ഈ ക്ലാസ് ഫസ്റ്റ് ആയിട്ട് പങ്കെടുക്കുന്ന ആളുകളുടെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ട ആളുകൾക്കാണ് അതിന്റെ ബേസിക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരാൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് അറിയാം, അതിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ എടുക്കാറുള്ളത്. കാരണം വെച്ചാൽ അല്ലാത്ത ആളുകൾക്ക് അതൊരു തമാശയായിട്ട് ഫീൽ ചെയ്യും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത്തരം സന്ദർഭങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരാൾക്ക് അഡ്വൈസ് കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുകയും നമ്മൾ ചോദിക്കുന്ന അവസരത്തിൽ മാത്രം കൊടുക്കുകയും ചെയ്യും. അല്ലാത്ത ആളുകളോട് നമ്മൾ എന്ത് പറയരുത്, നമ്മൾ സുഹൃത്തുക്കളായിരിക്കും, അവർ വരും, അവരെപ്പോഴും വരും വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിരിക്കുന്ന ഒരു സമയത്ത് അവർ നമ്മളിലേക്ക് തിരിച്ചു വരും. അവർ നമ്മൾ ചോദിക്കും, ആ സമയം വരെ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടിപൊളി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കരുതെന്നല്ല, നമ്മൾ ഇന്റൻഷ്യലി ഇപ്പൊ നമ്മൾ ഈ ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ പറഞ്ഞ പോലെ നമുക്കത് ഒഴിവാക്കാം. അതിനേക്കാളും നല്ല വാക്കുണ്ട് അല്ലെ, അടിപൊളിനേക്കാളും നല്ല വാക്കാണ് സൂപ്പർ എന്ന് പറയുന്നത്. ഒരു സംശയമില്ലല്ലോ, ഞങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് സൂപ്പറായിട്ട് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത് നല്ല സംഭവമാണ് അല്ലെ. അല്ലെങ്കിൽ വേറൊരു സംഭവം പറയാണ്ട്, നോ പ്രോബ്ലം അല്ലെ. നോ പ്രോബ്ലം എന്ന് പറയുന്നതിനേക്കാളും നല്ല വാക്കാണ് ഇറ്റ്സ് ഓക്കെ.
അല്ലേ? നോ പ്രോബ്ലം എന്ന് പറഞ്ഞേക്കാണ് നല്ല വാക്കാണ്. ഇറ്റ്സ് ഓക്കെ ഡിയർ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ അടുത്ത വാക്ക് തരും, ഇറ്റ്സ് ഓക്കെ ഡിയർ, നോ പ്രോബ്ലം എന്ന് വരും. നോ പ്രോബ്ലം വേണ്ട, ഇറ്റ്സ് ഓക്കെ, അത് ഓക്കെയാണ്, നമുക്കത് മതി, അത് ഓക്കെ ആണെന്ന് പറഞ്ഞതാണ് ഒന്നും കൂടെ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഉപയോഗിച്ചിട്ട് പ്രശ്നം ഉണ്ടെന്നല്ല പറഞ്ഞത്, ഉപയോഗിക്കാതിരിക്കുന്നത് ബെറ്റർ ആണ്. ഓക്കെ, ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഒരു സമയത്ത് നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ ആവുന്നു വേണ്ട. ഓക്കെ, നമ്മളെ മൈൻഡിൽ നിന്ന് നമ്മളുടെ ഒരു ഫീലിംഗ് ചിലപ്പോൾ അങ്ങനെ വന്നെന്ന് വരില്ല. ക്ലിയർ ആയോ? ആ ഫീലിങ്സ് നമ്മൾ ശ്രദ്ധിക്കുക, ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാണ്. താങ്ക് യു ആബിദ മാം. ഓക്കെ, ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഓക്കെ, അവർക്ക് പെട്ടെന്ന് സുഖാവട്ടെ. ഓക്കെ, കുറെ ആൾക്കാര് പരിചയമില്ലാത്ത കുറെ പേരുകൾ കാണാണ്ട്. ഒരു ഫൈസൽ അമീൻ, പുഷ്പ രവി, അതുപോലെ സാനി കടുമ്പേരി, കുറച്ച് ആൾക്കാർ പുതിയ ആൾക്കാർക്കൊന്നും വന്നിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൂടെ, അല്ലെങ്കിൽ ക്ലാസിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയാം. സമയമായിട്ടുണ്ട്, 6:35 ആയിട്ടുണ്ട്. ആസിഫ് എന്ന ആള് ഓൾറെഡി ഹാൻഡിൽ ചെയ്ത ആസിഫ് സാറും കൂടെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് ചെയ്യാം, കാരണം ടൈം ഒരുപാട് ആയിട്ടുണ്ട്. ആസിഫ് സർ. ഹായ് ഓൾ, എൻ്റെ പേര് ആസിഫ്, കൊല്ലം നിലമേലിന്ന് കണക്ട് ചെയ്യും. ഇപ്പൊ ഇന്നെന്റെ ഫസ്റ്റ് ഡേ ആണ് ഈ കമ്മ്യൂണിറ്റിയിൽ. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല സെക്ഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഒരുപാട് റിമൈൻഡറിങ്ങും ഒരുപാട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിനകത്തുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻസിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ എല്ലാവരും ആ കാര്യത്തിനകത്ത് വളരെ ബ്ലെസ്ഡ് ആണ്. എന്തെന്ന് വെച്ചാല് നമ്മൾ രാവിലെ എണീറ്റ് പലരും ഇപ്പോഴും പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. സാറിന്റെ സെക്ഷൻ കേട്ടിട്ട് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സാറേ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മളൊരു ഹാബിറ്റിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോ വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു കിട്ടിയത്. പിന്നെ എൻ്റെ ഒരു ഇതിനകത്ത് ഒരു അട്രാക്ഷൻ വെച്ചിട്ട് ഒരു ചെറിയൊരു അനുഭവം കൂടെ പറയാം. അത് വേറൊന്നുമല്ല, ഞാനിത് പറഞ്ഞതാണ് നമ്മളെ മുഫീദ മാം സംസാരിക്കുമ്പോൾ ഞാനത് പറഞ്ഞത് കൂടിയാണ്. എന്തെന്ന് വെച്ചാല് ലൈഫ് അട്രാക്ഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, മുമ്പേ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞാൻ ബിസിനസ് മാനാണ്, എൻ്റെ കൂടെ വെൽനസ് ട്രെയിനറാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ ലൈഫിൽ ഒരുപാട് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം എനിക്കുണ്ട്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോ എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ അത് ലൈഫിൽ എന്തല്ല, ഒരു ഹാബിറ്റ് അല്ല, ലൈഫില് കറക്റ്റ് അല്ല, റുട്ടീൻസ് ഒന്നും കറക്റ്റ് അല്ല. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളിനെ എനിക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റ് ആയിട്ട് വെക്കണം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ വേണം എന്നൊക്കെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമാണ്. സാർ അന്നത്തെ സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം ഒരു വൈബ്രേഷൻ ആണ്. നമ്മുടെ വൈബ്രേഷനും മറ്റൊരാളുടെ സെയിം ഇന്റൻഷനിലുള്ള ഒരു വൈബ്രേഷനും കൊളാബ് ചെയ്യുമ്പോഴാണ് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ഞാൻ ഒരു ദിവസം ഒരു പോസ്റ്റർ കാണുകയും അവരടുത്ത് എൻക്വയറി എടുക്കുകയും അങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോ അവര് തരുന്ന അസിസ്റ്റും ഈ കാര്യങ്ങളെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയത്. അപ്പോ ലോ ഓഫ് അട്രാക്ഷന്റെ പവർ എന്താണെന്ന് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതിന്റെ ഒരു കാരണം. അപ്പോ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. വെരി ഫസ്റ്റ് ഡേ. അപ്പോ എല്ലാവർക്കും നിങ്ങൾ അനുഭവങ്ങൾ പറയുന്നവരും അല്ലെങ്കിൽ നമുക്ക് പ്രചോദനമാവുന്ന കഥകൾ പറയുന്നതും കാര്യങ്ങൾ പറയുന്നതും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഇതിനകത്തുള്ള കൗണ്ട് പോലും നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു സാധനമാണ്. ഇത്രയും പേര് രാവിലെ നമ്മളോടൊപ്പം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ എല്ലാവർക്കും താങ്ക് യു സാർ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.
താങ്ക് യു ആഷിഫ്, താങ്ക് യു. ശ്രേയം കൂടെ Thank you. വൈകിട്ട് മുഫിദ, ശ്രേയം Thank കൂടെ you, Asif sir. Shreya ma'am. മാജിക് മാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, യൂസ്ഫുൾ സെഷൻ ആയിരുന്നു. സാറ് പറഞ്ഞ ആ ഒരു വൈബ്രേഷൻ, നമ്മള് സീക്രട്ട് ബുക്ക് വായിക്കുന്നതിൽ തരംഗ ദൈർഘ്യം എന്നുള്ള ഒരു ടേം ആണല്ലോ സാർ യൂസ് ചെയ്യാറുണ്ട്. അതിനെ എന്റെ ഒരു അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്താണോ ലാക്ക് ചെയ്യുന്നത്, സാറ് പറഞ്ഞ പോലെ അതിലേക്കാണ് എന്റെ തരംഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഇനിയുള്ള മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്താണോ വേണ്ടത് എന്നതിലേക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എനിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു. മുഫിദ വൈൻഡപ്പ് ചെയ്യാം, സമയം. ഓക്കെ, താങ്ക് യു ശ്രീയ മാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ 6:30 വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ദെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്ത സേഫ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഡിമാൻഡ് എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you all. Thank Thank you, sir. Thank you. you, sir. Thank you.